തന്നെയാണ്. അതിലേക്ക് പേര് മാറുമെന്ന് തോന്നുന്നു. പേര് മാറി. അപ്പൊ എന്തായാലും നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. എന്തായാലും ഇന്ന് അവസാന ദിവസമാണ്. പരിപാടികളൊക്കെ ഇന്നുകൊണ്ട് തീരും. ഇന്നും കൂടെ അടിപൊളി മത്സരങ്ങൾ കാണാനുള്ള ഒരുപാട് മത്സരങ്ങളുണ്ട്. നമുക്കിപ്പം ഒരു അടിപൊളി കോൽക്കളിയാണ്. മലപ്പുറത്തു നിന്നുള്ള പിള്ളേരാണ്. അപ്പൊ ആ കളി കണ്ടിട്ട് അതെ, അപ്പം നമുക്ക് ആ പെർഫോമൻസ് കാണാം. അത് കഴിഞ്ഞിട്ട് പേര് ചോദിക്കാം. ഒരു മിനിറ്റ് റെഡി അല്ലേ? ഉഷാറല്ലേ? തുടങ്ങിയോ? റെഡി. തയ്യാറെടുപ്പല്ലേ? ഭയങ്കര തയ്യാറെടുപ്പാണ്. അതിന്റെ ചെറിയ തയ്യാറെടുപ്പൊക്കെ ഉണ്ട്. കോൽക്കളി എടുത്ത് ചാടി കളിക്കാൻ പറ്റത്തില്ല. ഭീകര സ്പീഡാണ്. ഞാൻ വിനയോട് പറഞ്ഞു നടുക്ക് നിന്നോളെ. അവള് റെഡിയാന്നൊക്കെ പറഞ്ഞു. അതെ എന്റെ തലമണ്ട പൊട്ടാണ് കാണാൻ കാളിദാസിന് കുറച്ച് എന്താ അറിയില്ല. എനിക്ക് എന്തോ ഒരു സുഖം ഇപ്പൊ തുടങ്ങുന്നത്. അപ്പൊ പരിപാടി എല്ലാം റെഡി. തുടങ്ങുമല്ലേ? വേഗം ആക്കുന്ന ആൾക്ക് കാത്തു നിൽക്കുന്നു. കമോൺ, ആ കോൽക്കളി പറക്കണം കേട്ടോ. പൊട്ടി പറക്കണം. ഓക്കെ, തുടങ്ങിയോ? എന്റെ അമ്മ ഇതാണ്. എങ്ങനെയുണ്ട്? നടക്ക് നിൽക്കായിരുന്നല്ലേ? ആദ്യം ഇവരോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ എങ്ങനെ പെട്ടെന്ന് ഡാൻസ് കോല് വെച്ച് കളിക്കുന്ന പരിക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ ആർക്കെങ്കിലും ഒക്കെ? ആദ്യത്തെ തുടക്കത്തിൽ പരിക്ക് പറ്റുമെന്നുള്ളത് ഉറപ്പല്ലേ? കയ്യിൽ നല്ല അടി കിട്ടും. കൈക്കും തലയ്ക്കും ഒക്കെ അടി കിട്ടുന്ന വഴി കാണത്തില്ല തുടക്ക സമയത്ത്. പക്ഷെ ഇവര് ഇപ്പൊ കണ്ടില്ലേ, ഒരു പഴുതടച്ചുള്ള പ്രകടനം എന്നൊക്കെ പറയത്തില്ലേ? എനിക്ക് കാരണം ഒരാൾ ഞാൻ ഇവനെ നോക്കി, ഇവരെ ഇങ്ങനെ ചുറ്റുന്നു. പക്ഷെ ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടി പാറ്റേൺ നമുക്ക് ഒറ്റയടിക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇത് എത്ര നാളെടുത്തൊന്ന് പഠിച്ചെടുക്കാൻ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരുപാട് വർഷം എടുക്കേണ്ട കലയാണ്. പക്ഷേ ചിട്ടയാർന്ന ഒരു പഠനത്തിൻ്റെ രീതി അനുസരിച്ച് 6 മാസം കൊണ്ടൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇവർ 1.5 വർഷത്തിലേറെ ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇവരിപ്പോൾ +2 കുട്ടികളാണ്. കഴിഞ്ഞ വർഷം ഇവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ നിന്ന് സെക്കൻഡായി പോയതുകൊണ്ട് സംസ്ഥാന തലത്ത് വരാൻ പറ്റില്ല. പക്ഷേ ഇത്തവണ വളരെ ആർജവത്തോടു കൂടിയിട്ടാണ് ഇത് സമീപിച്ചിട്ടുള്ളത്. വളരെ നല്ല ഇവിടെ ഏറ്റവും ഉയർന്ന ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ അറിവായത് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത്. അത്രയും ഇതിൽ പ്രത്യേകിച്ച് 2 മറ്റുള്ളവർ കളിക്കാത്ത 2 പുതിയ കളികളെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. മഹറൂഫ് കോട്ടക്കലാണ് ഇതിൻ്റെ ഞാൻ ഇത് എന്തായാലും അവരുടെ 1.5 വർഷത്തെ ഒക്കെ അധ്വാനം അവസാനം അതിൻ്റെ ഒരു
പരിസമാപ്തിയിൽ എത്തുകയാണ്. ഇന്ന് സംസ്ഥാന കലോത്സവ വേദിയിൽ അവർ ആ മത്സരം അവതരിപ്പിക്കുമ്പോൾ ആ 1.5 വർഷത്തെ അധ്വാനത്തിന് അതിൻ്റെ ആ ഒരു വില അവസാനം അവർക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും ഇപ്പോൾ രേണുകയും ജോസഫും കൂടുതൽ കുട്ടികളുമായി റെഡിയാണ്. ഊട്ടുപുരയിൽ തന്നെയാണ് രണ്ടാളും ഉള്ളത്. എന്തായാലും അവരിലേക്ക് പോകാം. രേണുകയും ജോസഫ്